Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഇന്നലത്തെ വിപണിയെ സംബന്ധിച്ച് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നമ്മൾ നിഫ്റ്റി 50യിലും ബാങ്ക് നിഫ്റ്റിയിലും കൂടാതെ പ്രധാനപ്പെട്ട സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സിലൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും വിപണിയിലെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ കണ്ടത് നിഫ്റ്റി 50യിലോട്ട് വരുമ്പോൾ 26,310 എന്നൊരു നിലയാണ് ഇന്നലെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. സെൻസെക്സിൽ 86,055 എന്നൊരു നിലയും ക്രിയേറ്റ് ചെയ്തൊരു ഓൾ ടൈം ഹൈ ആണ് കണ്ടത്. അതിനുശേഷം എന്നാൽ പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ അവസാന നിമിഷം കണ്ടു. മാർക്കറ്റ് വലിയ രീതിയിലൊരു നേട്ടമൊന്നും രേഖപ്പെടുത്താതെ ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു വിപണിയിലോട്ട് വരുമ്പോൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു കണക്ക് പുറത്തു വരുന്നത് GDP ഡാറ്റയാണ്. ജൂലൈ സെപ്റ്റംബർ പാദത്തിലെ GDP ഡാറ്റയാണ് വരുന്നത്. അതായത് സെക്കൻഡ് ക്വാർട്ടറിൽ, ഫസ്റ്റ് ക്വാർട്ടറിൽ നോക്കുമ്പോൾ 7.8 ആയിരുന്നു GDP ഡാറ്റയായിട്ട് വന്നതായിട്ട് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ ഒരു 7.5 എന്നൊരു ഡാറ്റ പുറത്തു വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരം ഒരു എക്സ്പെക്റ്റേഷനാണ് വിപണിക്കുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഇന്നലെ FIയുടെ ഭാഗത്ത് നിന്ന് നെറ്റ് സെല്ലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1,255 കോടിയുടെ നെറ്റ് സെല്ലിംഗ് നടന്നപ്പോൾ DIയുടെ ഭാഗത്ത് നിന്ന് 3,940 കോടിയുടെ നെറ്റ് ബൈങ്ങുമാണ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു വിപണിയിൽ നമുക്ക് ഈ ഒരു നിമിഷത്തെ ഒരു ട്രേഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും ഇന്ന് നമുക്ക് ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50യിൽ ഇപ്പോൾ ഒരു നേരിയ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നേട്ടം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. 19 പോയിൻ്റ് നേട്ടത്തിൽ 26,234 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ നല്ലൊരു ഫ്ലാറ്റ് ഇടിവിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഒരു സമ്മിശ്രമായ പ്രതികരണമാണ് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ US മാർക്കറ്റ് ഇന്നലെ താങ്ക്സ് ഗിവിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായൊരു ഗ്ലോബൽ ക്യൂസ് ഒന്നും ഇന്ന് ലഭ്യമല്ല. ഏതായാലും മാർക്കറ്റിൻ്റെ മറ്റ് ന്യൂസുകളിലോട്ട് കിടക്കാം. സുരേഷ് സാർ, ഇന്നിപ്പോൾ നമുക്ക് കാര്യമായി ഗ്ലോബൽ ക്യൂസ് ഒന്നും അത്ര കാര്യമായി പറയാനല്ലോ. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ US മാർക്കറ്റ് അവധിയായിരുന്നു താങ്ക്സ് ഗിവിംഗ് ഡേ പ്രമാണിച്ച്. മറ്റെന്തെങ്കിലും വാർത്തകളൊക്കെ ഇന്ന് ഷെയർ ചെയ്യാൻ പ്രേക്ഷകർക്ക് ഏതൊക്കെയാണുള്ളത്? വിഷ്ണു, ഇന്ന് നമുക്ക് ഹാൻഡ് ഓവർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ US മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ബോണ്ട് ഈൽഡ് റേറ്റ് നോക്കുകയാണെങ്കിലും ഓയിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിനെ അല്ലെങ്കിൽ US മാർക്കറ്റിനെ വേണ്ട രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസും ഗ്ലോബലി അല്ലെങ്കിൽ US മാർക്കറ്റിൽ നിന്നില്ല. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണെന്നുള്ളത്. അതായത് ട്രംപ് പറയുന്നതെന്ന് വെച്ചാൽ ട്രംപ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ കോളാണ്. അതായത് മിലിറ്ററി സർവീസ് മെമ്പേഴ്സിൻ്റെ അടുത്തുള്ള ഒരു വീഡിയോ കോൾ ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു സോഴ്സ് ബേസ്ഡ് ഇൻഫർമേഷൻ എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇനി വരുന്ന കൊല്ലങ്ങളിൽ US ഇൻകം ടാക്സ് കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് $2 ലക്ഷം മുകളിൽ $2 ലക്ഷം പെർ ഇയർ സമ്പാദിക്കുന്ന അതിൽ താഴെ സമ്പാദിക്കുന്നവർക്ക് കംപ്ലീറ്റ്ലി ഇൻകം ടാക്സ് വേവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് $2 ലക്ഷം വരെ ഒരു കൊല്ലം വരുമാനമുള്ളവർക്ക് വരെയുള്ള ആൾക്കാർക്ക് ഇൻകം ടാക്സ് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത്. അതായത് പറയണമെന്ന് വെച്ചാൽ നമുക്ക് ടാരിഫ് കൊണ്ട് എന്തോരം റവന്യൂ ആണ് ജനറേറ്റ് ചെയ്യണേ, അതുകൊണ്ട് സാധാരണക്കാർക്ക് നമുക്ക് ഗുണം ചെയ്യണ്ടേ, അതുകൊണ്ട് $2 ലക്ഷം വരെ ഒരു കൊല്ലം ഏൺ ചെയ്യുന്നവർക്ക് ഇൻകം ടാക്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇൻകം ടാക്സ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞതെന്നുള്ള. ഇത് കൂടാതെ തന്നെ നമുക്കറിയാലോ, അതായത് കുറച്ച് നാൾ മുമ്പേ തന്നെ ട്രംപ് പറഞ്ഞു ഞാൻ ഈ ടാരിഫ് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് ഏതാണ്ട് $2,000 അമേരിക്കയിലെ എല്ലാ സിറ്റിസൺസിനും, അതായത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഒരു ബോണസ്, ഒരു ഡിവിഡൻഡ് പോലെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്നൊരു രീതിയിലാണ് പറഞ്ഞത്. അത് മാത്രമല്ല അദ്ദേഹം ഒരുപാട് പ്രാവശ്യം എന്താ പറയുക വീണ്ടും ഊന്നി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ടാരിഫിൻ്റെ എൻ്റെ ഈ ഡിസിഷൻ കാരണം ഇത്രയും ഡോളേഴ്സ് ഏതാണ്ട് എനിക്ക് $550 ബില്യൺ ജപ്പാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, ഏതാണ്ട് $350 ബില്യൺ സൗത്ത് കൊറിയ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് മാസീവായിട്ടുള്ള പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിലേക്ക് വരുന്നു. അമേരിക്കൻ ജനതയ്ക്ക് വീണ്ടും എന്താ പറയുക ഒരുപാട് ജോബ് ക്രിയേഷൻ നടക്കുന്നു. നമ്മളും ഈ പറയുന്ന പോലെ ജോലി, അതായത് അമേരിക്കൻ ജോബ്സ് പുറത്തോട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല, പകരം നമ്മൾ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് അദ്ദേഹം ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയെന്ന് വെച്ചാൽ ഇതെന്നു മുതലാണ് തുടങ്ങിയെന്നറിയോ? അതായത് അന്ന് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിൻ്റെ സംസാരത്തിൽ നിന്നും ഒപ്പീനിയനിൽ നിന്നും പൊതുവേ നമ്മളെല്ലാവരും ഊഹിച്ചെടുത്തത് എന്താ, മിക്കവാറും ജഡ്ജ്മെൻറ്റ് ട്രംപിന് അഗെയിൻസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നെഗറ്റീവാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്ലോബൽ സ്റ്റേച്ചർ തന്നെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും അദ്ദേഹത്തിനെതിരെ, ടാരിഫിനെതിരെ വരിക
വരികയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം അത് മാത്രമല്ല, എത്രത്തോളം ടാരിഫ് ഇത്രയും നാൾ കളക്ട് ചെയ്തോ ഇതെല്ലാം റീഫണ്ടും ചെയ്യണം. $100 ബില്യണൊക്കെ തിരിച്ച് ടാരിഫ് മുഖാന്തരം കിട്ടിയ $100 ബില്യണൊക്കെ റീഫണ്ടായിട്ട് തിരിച്ചു കൊടുക്കാന്ന് വെച്ചാൽ വലിയൊരു തോൽവിയല്ലേ ഒരു ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അദ്ദേഹം എവർ സിൻസ് ആ സുപ്രീം കോടതിയിലെ ജഡ്ജിൻ്റെ ആ ഒരു ഒപ്പീനിയന് ശേഷം അദ്ദേഹം ഇപ്പോൾ ഒരുമാതിരി പബ്ലിക് സിമ്പതിക്ക് വേണ്ടിയിട്ടും ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹം ചെയ്യുന്ന ഒരു PR എക്സസൈസാണ് കാണുന്നത്. ചിലപ്പോൾ അത് ചെയ്യുമോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് പറയുന്നത് കംപ്ലീറ്റ് എന്താ, ഞാനൊരു എന്താ പറയുക പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും $2,000 ഒരു ഡിവിഡൻഡ് കൊടുക്കുന്നു. അത് മാത്രമല്ല $2 ലക്ഷം റവന്യൂ ഉള്ളവരെ, അതുവരെ ഉള്ളവരെ, അതിന് താഴോട്ടുള്ളവരെ കംപ്ലീറ്റ് ഞങ്ങൾ ഇൻകം ടാക്സ് ഫ്രീ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പബ്ലിക് ക്യാമ്പയിൻ. അപ്പോൾ ഇത് ജഡ്ജിമാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ തന്നെയാണ് ഈ പറയുന്നതെന്നുള്ള കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി എന്നുള്ള കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പം ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടും ജഡ്ജ്മെൻറ്റ് എതിരെയാണെങ്കിൽ എന്താണ് ട്രംപ് ഇതിന് റെമഡി കൊണ്ടുവരാൻ പോകുന്നത്? കാര്യം ട്രംപ് ഇതേപോലെ പ്രോമിസ് ചെയ്യുകയും ചെയ്യണം, അതായത് ഇൻകം ടാക്സ് റേറ്റ് കട്ട് ചെയ്യും, $2,000 ഡിവിഡൻഡ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ്. അപ്പം ഏതാണ്ട് ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു വല്ലാത്തൊരു തീക്കളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഈവൻ ദെൻ ആഫ്റ്റർ ഓൾ ഈസ് ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ യൂണിവേഴ്സ്. പിന്നെ അദ്ദേഹത്തിന് അതിൻ്റേതായ PR ടീമും അതിൻ്റേതായ അഡ്വൈസറി ബോർഡും ഒക്കെ ഉണ്ടാവും. നമ്മളെപ്പോലത്തെ ഒരു ചെറിയ മനുഷ്യരുടെ ഒരു സജഷൻ്റെ ആവശ്യമില്ല. ബട്ട് ഈവൻ ദെൻ ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ള. പിന്നെ നമുക്കിപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേക്ഷകരടുത്ത് നമ്മുടെ പ്രേക്ഷകൻ എപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ എന്ന് പറഞ്ഞു വേണം നമ്മൾ മാർക്കറ്റ് തുടങ്ങാനാണ്. താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ശരിയാണ്, ഈ പറഞ്ഞ പോലെ വിഷ്ണു ഇന്നലെ പുതിയ ഹൈയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, ഫോർ എ ബ്രീഫ് പീരീഡ് ഓഫ് ടൈം 26,310 എന്ന് പറഞ്ഞൊരു ഫിഗർ ടച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 26,215 ഇന്നലെ ക്ലോസ് ചെയ്തതെന്നുള്ളത്. അതായത് നമ്മൾ 2024 സെപ്റ്റംബർ 27 നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹൈ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ നവംബർ 27 തേഴ്സ്ഡേ ആണ്, 2025 ആണ്. 14 മാസത്തിന് ശേഷം നമ്മൾ പുതിയ ഹൈ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ലാസ്റ്റ് ഒരു കൊല്ലം, അതായത് 14 മാസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി ലെവൽസിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് ലെവൽസിൽ ഒരു ടൈം കറക്ഷൻ, അതായത് മോർ ദാൻ എ പ്രൈസ് കറക്ഷൻ, ഒരു ടൈം കറക്ഷനിൽ കൂടെയാണ് നമ്മൾ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. അപ്പോൾ ഇന്നലെ ഇതൊക്കെ നമ്മളൊരു മാർക്കറ്റ് ഇപ്പോൾ ഇന്നലത്തെയും മിനിങ്ങാന്നത്തേക്കുമായിട്ടുള്ള സഡൻ മൂവ്മെൻറ്റിന് കാരണങ്ങളായി നമ്മൾ കാണുന്നത്, ഒന്ന് ഇൻഡോ-US ട്രേഡ് ഡീൽ നടക്കാനുള്ള എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിൽ ബിൽറ്റ് ഇൻ ചെയ്യോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു. രണ്ടാമത് ഡിസംബറിൽ RBIയുടെ റേറ്റ് കട്ട് നടക്കാനുള്ള സാധ്യതകളും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ഇത് കൂടാതെ തന്നെ US മാർക്കറ്റിൽ ഡിസംബർ ഫെഡിൻ്റെ FOMC മീറ്റിലും ഒരു റേറ്റ് കട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഈസിങ് മോണിറ്ററി പോളിസി റെജീമിലേക്ക് പോവുകയും ട്രേഡ് ഡീലൊക്കെ അവസാനിക്കുകയും ചെയ്ത ദാറ്റ് ഓഗേഴ്സ് വെൽ ഫോർ ഇന്ത്യൻ മാർക്കറ്റ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് 2 ദിവസം ഇന്ത്യൻ മാർക്കറ്റ് കയറി. പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ നവംബർ ഒക്കെ കൂടി തന്നെ മാർക്കറ്റ് ഏതാണ്ട് ഒരു തിരിയുന്ന ലക്ഷണം കാണിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഹെൽത്തി കറക്ഷൻ കാണിച്ചെങ്കിലും ഇതാ ഇന്നലെ ആ ഒരു മാജിക് ഫിഗർ ടച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു 2 മാസമായിട്ട് ഒരു ഒക്ടോബർ നവംബറിലൊക്കെ മൂവ് ചെയ്യാനുള്ളൊരു കാരണം വേറൊരു കാരണം കൂടെ ഉണ്ട്. അതായത് Q2 റിസൾട്ട്സ് വളരെ മോശമായിരിക്കുന്നു പ്രതീക്ഷ എടുത്ത് ഭേദമായിരുന്നു എന്നുള്ള, അതായത് നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യമൊന്നും ഇല്ലെങ്കിലും സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നും Q2 റിസൾട്ട്സിൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ, അതായത് ആ ഏർണിംഗ് സൈക്കിൾ ഒന്ന് ടേൺ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കും മാറിയിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സ്, US-ലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കിലെ സെൽ ഓഫും കൂടെ ഇന്ത്യൻ മാർക്കറ്റിനെ ലാസ്റ്റ് 1.5-2 മാസത്തിലേക്ക് ഒരു മൊമെൻറ്റം, ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിലേക്ക് ഒരു ബയസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബ്രീഫ് പീരീഡ് ഓഫ് ടൈമിൽ ഹൈ ഒന്ന് ടച്ച് ചെയ്തെങ്കിൽ പോലും നല്ല രീതിയിൽ, അതായത് ഇന്ത്യൻ മാർക്കറ്റിന് എപ്പോഴും മുകളിലോട്ട് വരുമ്പോൾ അത് 26,000 ബ്രേക്ക് ചെയ്യുന്നതാണെങ്കിലും ശരി, ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യണേലും ശരി, മുകളിൽ വന്ന് അത് ടച്ച് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വന്നിട്ട് താഴേക്ക് വരുന്നതാണ് നല്ലത്. ബട്ട് ആ ഒരു താഴേക്ക് വരുന്നതിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ, കാര്യം സ്ഥിരം തന്നെയാണെന്നുള്ള. ബട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഹെഡ്ലൈൻ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഈസ് അറ്റ് ഓൾ ടൈം ഹൈ ബട്ട് ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോ ഈസ് ബ്ലീഡിങ്.
അതായത് ഒരു ഇൻവെസ്റ്റർ എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ഒരൊറ്റ ഇൻവെസ്റ്റേഴ്സിന് പോലും സന്തോഷമില്ല. കുറെ ന്യൂസ് ചാനൽ കണ്ടപ്പോൾ പോലും പല കമന്റ്സിൽ ഈ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം എല്ലാവരും പറയുന്നു ഓൾ ടൈം ഹൈ എത്തുന്നു, പക്ഷേ എൻ്റെ പോർട്ട്ഫോളിയോ റെഡാണെന്നുള്ളൊരു കമൻറ്റ് പല ചാനലുകളിലെ ന്യൂസുകളിലും ഞാനിന്നലെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് വളരെ നാരോ ചെയ്താണ് പോകുന്നത്. അതായത് ഗെയിൻസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവിടെയും ഇവിടെയും കുറച്ച് സ്റ്റോക്കുകളിലല്ലാതെ ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള റാലിയോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ കാണുന്നില്ല എന്നുള്ള. മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ വീക്ക്. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഏതാണ്ട് 2200 സ്റ്റോക്സ് ഡിക്ലൈനിങ്ങും 1936 സ്റ്റോക്കും അഡ്വാൻസിങ് ആണ്. അതായത് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ആണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്പർ ഓഫ് സ്റ്റോക്സ് അഡ്വാൻസിങ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റോക്സ് ഡിക്ലൈനിങ്. FPIs വീണ്ടും സെല്ലറാണ്. 1255 ക്രോസിൻ്റെ DIS ബയേഴ്സ് ടു ദ ട്യൂൺ ഓഫ് 3941 ക്രോസ്. ഇന്നലെ മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ഒന്ന് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ബെനിഫിറ്റ് ചെയ്യാന്നുള്ള ഇപ്പോൾ HDFC ബാങ്ക് പോലെയോ അല്ലെങ്കിൽ ICICI ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. ഇതൊരു പ്ലേ ബുക്ക് പോലെ തന്നെയാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഏത് സ്റ്റോക്സാണ് കയറുക? ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് സ്റ്റോക്സ് ആണ്. പക്ഷേ ഇന്നലെ മാർക്കറ്റ് ഹൈ കട്ട് ചെയ്തതിൻ്റെ റീസൺ ആണ് നമ്മൾ നോക്കണം. കാര്യം ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം, ഇപ്പോൾ ലാസ്റ്റ് ഒരു കൊല്ലം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ, അതായത് ലാസ്റ്റ് ഹൈ അടിച്ച എത്ര സെപ്റ്റംബർ 27, 2024 തൊട്ട് നമ്മൾ ഇന്നലെ വരെ നോക്കുകയാണെങ്കിൽ ഗെയിനേഴ്സ് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ BL 40.8% അപ്പാണ്, ബജാജ് ഫിനാൻസ് 33.3% അപ്പാണ്, ഭാരതി എയർടെൽ 21.9% അപ്പാണ്, SBI 21.2% അപ്പാണ്, മാരുതി സുസുക്കി 17.8% അപ്പാണ്. ബട്ട് ഇതേ സമയത്തിൽ ഇതേ പീരീഡിൽ നമ്മൾ ലൂസേഴ്സിനെ നോക്കി ട്രെൻഡ് 45.4% ഡൗൺ ആണ്, TCS 27.2% ഡൗൺ ആണ്, NTPC 25.2% ഡൗൺ ആണ്, പവർ ഗ്രിഡ് 22.7% ഡൗൺ ആണ്, ITC 18.3% ഡൗൺ ആണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇൻഡിസസ് എല്ലാം ഹൈ അടിച്ചു, മാർക്കറ്റിൽ കുറച്ച് സ്റ്റോക്കുകൾ കയറി, കുറച്ച് സ്റ്റോക്കുകൾ കയറിയില്ല. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ബേസ്ഡ് അല്ല, വളരെ കോൺസെൻട്രേറ്റഡ് ആണെന്നുള്ളതാണ്. സെൻസെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 86,055 എന്നുള്ള പുതിയ ഹൈയും നമ്മൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രോക്കറേജസിൻ്റെ കോൾസ് ഒക്കെ ഞാനൊന്ന് നോക്കി വിഷ്ണു, അവരെല്ലാവരും പറയുന്നത് 2026 ബെറ്റർ ഏർണിങ്സ് ആയിരിക്കും എന്നതാണ്. അതായത് ബെറ്റർ കോർപ്പറേറ്റ് ഏർണിങ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല നമ്മുടെ നിന്ന് വിറ്റുമാറിയ ഫോറിൻ FIIs അല്ലെങ്കിൽ FPIസിൻ്റെ ഇൻഫ്ലോ കൂടാനും ചാൻസ് ആണ്. അതായത് FIIs തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കാരണം തന്നെ 2026 മോർഗൻ സ്റ്റാൻലി, അതായത് ഫോറിൻ ബ്രോക്കറേജ് ആണല്ലോ, അവർ പറയുന്ന ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്, അതായത് സെൻസെക്സിന് അവർ കൊടുത്തിരിക്കുന്നത് 1,07,000 ബൈ ഡിസംബർ 2026 എന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ലെവലിൽ നിന്നും ഏതാണ്ട് 24% അപ്സൈഡാണ് അവർ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ HSBC നോക്കുകയാണെങ്കിൽ അവരുടെ ടാർഗറ്റ് 94,000 ആണ് സെൻസെക്സ് ഏതാണ്ട് ഡിസംബർ 2026 വെച്ചു. അവരുടെ ആണെങ്കിൽ ഏതാണ്ട് ഇപ്പോഴത്തെ ലെവലിൽ നിന്നും 9.3% അപ്സൈഡ് ഒന്ന് കാണുന്നു എന്നുള്ളതാണ് അവരുടെ ഫോർകാസ്റ്റ് പറയുന്നത്. അവർ കൂടുതലും അവർ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളത് ബാങ്ക്സിൻ്റെ കാര്യത്തിലാണ്, NBFCയുടെ കാര്യത്തിലാണ്. അവർ പറയുന്നത് വെച്ചാൽ ബാങ്ക്സിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് GST റേറ്റ് കട്ടും ഈ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ എന്താ പറയുക, ബാങ്കിങ് സ്റ്റോക്സിനാണെങ്കിൽ ഇൻട്രസ്റ്റ് മറ്റേ മാർജിൻ എക്സ്പാൻഷൻ ബാങ്കിങ് സ്റ്റോക്സിൽ വരും. എന്നാൽ ഓട്ടോ സ്റ്റോക്കിലാണെങ്കിൽ ഈ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതും GST റേറ്റ് കട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ അവർ പറയുന്നത് ബാങ്ക്സ് ആൻഡ് ഓട്ടോസിലാണ് HSBC ബുള്ളിഷാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ റിപ്പോർട്ട് ഞാൻ കണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് 2026 നന്നായിരിക്കുമോ? നന്നാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യയും US മാർക്കറ്റും ഇന്ത്യയും ചൈനീസ് മാർക്കറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 11 കൊല്ലത്തെ ഒരു സ്റ്റഡി നമ്മൾ നടത്തുകയാണെങ്കിൽ വളരെ വലിയൊരു കോറലേഷൻ US മാർക്കറ്റായിട്ടും ചൈനീസ് മാർക്കറ്റുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനുണ്ട്. ആ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ US മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് 2-3 കൊല്ലം അണ്ടർ പെർഫോം ചെയ്യുകയാണെങ്കിൽ അടുത്ത് വരാൻ പോണ കൊല്ലം നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ചൈനീസ് മാർക്കറ്റ്, അതായത് US ഇൻഡിസസ് ആയാലും ശരി, ഷാങ്കായ് കോമ്പോസിറ്റ് ഇൻഡെക്സ് ആയിട്ടായാലും ശരി, നമ്മളൊരു 2-3 കൊല്ലം അണ്ടർ പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയുള്ള കൊല്ലം നല്ല രീതിയിൽ ആ ഇയർ എൻഡിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലാസ്റ്റ് 11 ഇയേഴ്സിൻ്റെ സ്റ്റഡി പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ S&P 500 ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ലാസ്റ്റ്
3 കൊല്ലമായിട്ട് അണ്ടർ പെർഫോമൻസ് ആണ്. ഷാങ്ഹായ് കോമ്പോസിറ്റ് ഇൻഡെക്സ് ആണെങ്കിലോ ഷാങ്ഹായ് കോമ്പോസിറ്റ് ഇൻഡെക്സ് ആയിട്ട് നമ്മൾ ഏതാണ്ട് 2 കൊല്ലം അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഈ അണ്ടർ പെർഫോമൻസ് US-ഉം ചൈനയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ 2-3 കൊല്ലം അണ്ടർ പെർഫോമൻസ് ആയത് കാരണം 2026 നല്ലതാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒരു അനുകൂല സാഹചര്യം കൂടിയെന്ന് പറയാം. നമ്മൾ എപ്പിസോഡ് തന്നെ ചെയ്തായിരുന്നു, ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു. അബ്സല്യൂട്ട്ലി. അപ്പോൾ വിഷ്ണു ഇത് പറഞ്ഞ പോലെ 2026 എന്ന് പറയുന്നതിൻ്റെ ഫോർകാസ്റ്റാണ് നമ്മൾ പറഞ്ഞെങ്കിലും 2025 പിന്നെ മാർക്കറ്റ് ഇപ്പം എന്തുകൊണ്ട് കയറി എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രോബ്ലം. എന്തുകൊണ്ട് കയറി എന്ന് മാത്രമല്ല, കയറുമ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോസ്, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ എന്തുകൊണ്ട് റെഡ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അതിനു മുമ്പേ നമുക്കൊന്ന് നോക്കാം എന്തുകൊണ്ടായിരിക്കാം ഈ 2025 ഇനിയിപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ഇനിയിപ്പം മാർക്കറ്റ് ഫ്രണ്ടിലേക്ക് പോകേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ FIIസിൻ്റെ സെല്ലിംഗ് നിൽക്കണം. ഈ സെല്ലിംഗ് അവർ പുതിയതായിട്ട് ബൈ ചെയ്തില്ലെങ്കിലും അവരുടെ സെല്ലിംഗ് നല്ല രീതിയിൽ കുറയണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. രണ്ടാമത് ഈ കൊറിയയുടെയും നമ്മൾ തായ്വാൻ്റെയും ഒരു പൊസിഷനിങ്, ഗ്ലോബൽ ഫണ്ട്സിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓവർഫ്ലോ കണ്ടു. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ നിന്ന് സെല്ല് ചെയ്ത കൂടുതൽ ഫണ്ടുകളും തിരിച്ച് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിരിക്കുന്നത് സൗത്ത് കൊറിയയിലേക്കും തായ്വാനിലുമാണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടുത്തെ ഓവർ സൈസ്ഡ് ഫണ്ട് അലോക്കേഷൻ ഒന്ന് കട്ടായാൽ മാത്രമേ ആ പൈസ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് FIs തിരിച്ചു വരുന്ന കാര്യത്തിലാണ്. അത് മാത്രമല്ല, ഒരു കോൺട്രാ ട്രേഡ് നടക്കണം. അതായത് US-ൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സിലേക്കുള്ള ആ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഓവർ ഓൺഡ് ആയിട്ടുള്ള ഒരു ട്രേഡും കൂടെ അവസാനിച്ചാലായിരിക്കും ഒരു പക്ഷേ സൗത്ത് കൊറിയ, തായ്വാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് വരിക, അല്ലെങ്കിൽ US-ൽ നിന്നും FIs തിരിച്ച് ഇന്ത്യയിലേക്ക് വരിക. അപ്പോൾ ആദ്യം FIസിൻ്റെ സെല്ലിംഗ് നിൽക്കണം, അത് കഴിഞ്ഞിട്ട് FIസിൻ്റെ ബൈയിങ് നടക്കണം. ഇത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഏർണിങ്സ്, ഇന്ത്യൻ കമ്പനികളുടെ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ കോർപ്പറേറ്റ് ഏർണിങ്സ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം. ഇതേപോലെ ചെറുതായിട്ട് 3%, 5% ഗ്രോ ചെയ്താൽ പോരാ. NVIDIA ഒക്കെ ഏതാണ്ട് 65% ഗ്രോത്താണ്. എന്നിട്ട് പോലും അവരൊക്കെ 25 PE-ലാണ്, ഫോർവേഡ് PE-ലാണ് അവർ ട്രേഡ് ചെയ്യണത്. നമ്മുടെ എവിടെയാണെങ്കിലോ 3% ഗ്രോത്ത് വെച്ചിട്ട് ഇന്ത്യൻ കമ്പനികളൊക്കെ ട്രേഡ് ചെയ്യുന്നത് 75 PE-യും 65 PE-യും ആണെന്നുള്ളത്. അതുകൊണ്ട് ഈ വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള നമ്പർ കൊണ്ടുവരണം. അതായത് ഈ പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന ഒരു കാര്യം, വീണ്ടും നമുക്ക് പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തുകൊണ്ടായിരിക്കും നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോ റെഡ്? മാർക്കറ്റ് എന്നാൽ പുതിയ ഹൈ. ഇതാണ് എല്ലാ പേപ്പറിലെയും ഹെഡ്ലൈൻ. മാർക്കറ്റ് ഈസ് അറ്റ് ന്യൂ ഹൈ. ബട്ട് എല്ലാവരും നമ്മുടെ പേപ്പർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കാണുന്നത് ചുമപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ ഇൻഡെക്സ് ലെവലിൽ നമ്മൾ പറഞ്ഞു ഇന്നലെ സെപ്റ്റംബർ 27, 2024 ശേഷം പുതിയ ഹൈ അടിച്ചു. അന്നത്തേനേക്കാളും കൂടി നിൽക്കുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോയി. വെൻ യു സ്ക്രാച്ച് ദ സർഫസ്, നിഫ്റ്റി റിയാലിറ്റി ഈസ് 20% away from all time high. ഓൾ ടൈം ഹൈ അടിക്കാൻ 20% കൂടെ നിഫ്റ്റി റിയാലിറ്റി ഉണ്ട്. നിഫ്റ്റി IT ഈസ് 19% away from all time high. Nifty Defense is 13% away from all time high. Nifty Small Cap Index is 9.3% away from all time high. Nifty FMCG is 6.4% away from all time high. Next Nifty 50 is 5% away from all time high. എന്നിട്ടും ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിലാണ്. ഇത്രയും ഞാൻ പറഞ്ഞ ഇൻഡിസസ് വളരെ ഡൗൺ ആണെങ്കിലും നമ്മുടെ മെയിൻ ലൈൻ ഇൻഡിസസ് ആയ നിഫ്റ്റിയും സെൻസെക്സും ഓൾ ടൈം ഹൈ ആണ്. ഞാൻ അതിന് ഒരേ ഒരു കാരണമേ കാണുള്ളൂ. അതിനുള്ള ഏക റീസൺസ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഈ NAV പ്രോപ്പപ്പ് ചെയ്യാനുള്ള ഇയർ എൻഡ് ട്രേഡാണ്. അതായത് ഇയർ എൻഡ് അവസാനവും മാസാവസാനവും ഇയർ എൻഡും ഒക്കെ ആകുമ്പോൾ ഇവരയക്കുന്ന റിപ്പോർട്ടിൽ നെറ്റ് അസറ്റ് വാല്യൂ NAV നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ 20 രൂപയ്ക്ക് വാങ്ങിക്കുന്ന യൂണിറ്റ് അത് കയറി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരുപാട് പൈസ സിപ്പ് മുഖാന്തരം കിട്ടുന്നത് കാരണം അവർ സെലക്റ്റീവായിട്ടുള്ള ഇൻഡെക്സിൽ മേടിച്ചിട്ട് ഒരു ഇൻഡെക്സ് മാനേജ് ചെയ്ത് ഇൻഡെക്സിനെ പൊക്കി നിർത്തി അവരുടെ ഫേസ് വാല്യൂ അപ്പായിട്ട് കാണിക്കുന്നു എന്നല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു ഡീപ്പായിട്ടുള്ളൊരു ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വിഷ്ണു. ഇത് തന്നെയായിരിക്കണം പ്രോബബ്ലി റീസൺ. നമ്മൾ നോക്കുമ്പോൾ ഇൻഡെക്സ് ഹൈ ആയിട്ട് കാണുന്നു, എന്നാൽ സ്റ്റോക്കുകളിൽ നമ്മളൊന്നും കാണില്ല. പിന്നെ നമ്മുടെ ഭാഗത്തുള്ള തെറ്റെന്താ? നമ്മുടെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിയിരുന്നതൊന്നും സ്റ്റോക്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ വാല്യുവേഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ നോക്കിയിരുന്നത് സ്റ്റോറി, നമ്മൾ നോക്കിയിരുന്ന കൺസെപ്റ്റ്, നമ്മൾ നോക്കിയിരുന്നത് സൺറൈസ് സെക്ടറായ AI, ഡേറ്റാ സെൻറ്റർ, ഡേറ്റ അനലിറ്റിക്സ്, ക്ലൗഡ്, ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നൊക്കെ കേട്ടാൽ തന്നെ ഇനി ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ തന്നെ പലരും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം, ഞാൻ ഇല്ലെന്ന് പറയാം.
നമ്മളിപ്പോൾ ആലോചിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കോമൺ സെൻസിൽ ആലോചിക്കണം എന്താ, വാട്ടർ ട്രീറ്റ്മെന്റ് ഇന്ത്യയിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമില്ല. ഈ വാട്ടർ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ എല്ലാവർക്കും നല്ല കുടിവെള്ളം കിട്ടുക, ഹൈജീനിക് ആയിട്ടുള്ള പോർട്ടബിൾ വാട്ടർ കിട്ടുക എന്നുള്ള ആവശ്യമാണ്. അപ്പോൾ വാട്ടറിന്റെ ബിസിനസ്സുകൾ നന്നായിട്ട് പെർഫോം ചെയ്യില്ലേ, സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ ഉള്ള ലിസ്റ്റഡ് കമ്പനീസിന് നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്ന ആലോചിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ആലോചിക്കണം, എ ഗുഡ് ഓപ്പർച്യൂണിറ്റി മേ നോട്ട് ബി എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. അത് ഒരു സിസ്റ്റത്തിൽ, അതായത് നമ്മൾ നോക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ കണ്ണിൽ അങ്ങനത്തെ കമ്പനീസും അങ്ങനത്തെ ബിസിനസ്സും നല്ലതായിരിക്കാം. പക്ഷെ ഒരു വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത് നടന്നില്ല. കാര്യം എന്താ, നമ്മളിപ്പോൾ ഞാനും വിഷ്ണുവും കൂടെ ചേർന്ന്, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകനും കൂടെ ചേർന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് വാട്ടർ പ്യൂരിഫിക്കേഷനോ അല്ലെങ്കിൽ ഈ പോർട്ടബിൾ വാട്ടർ ക്ലീൻ ആക്കാനുള്ള സിസ്റ്റമാണെന്ന് കൊണ്ടിരിക്കുക. പക്ഷേ ഇത് ആരാണ് നമുക്ക് ഓർഡർ തരുന്നത്? പ്രൈവറ്റ് കമ്പനിയാണോ? നമുക്ക് ഓർഡർ തരുന്ന ആരാ? ഗവൺമെന്റ് പറയാണ് 3 മാസത്തിനുള്ളിൽ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞാണ്. കാര്യം അത് ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ആവണമെന്നില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രോജക്ട്സ് ആയിരിക്കണം. സാധാരണ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്ട്സിന് നമ്മൾ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടും എന്നാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി ആര് ഭരിച്ചാലും സെൻട്രൽ ഗവൺമെന്റ് കാര്യങ്ങൾ ക്ലീൻ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡെപ്റ്റ് കാരണം ഇതേപോലെ വാഗ്ദാനങ്ങളല്ലാതെ പൈസ കിട്ടാറില്ല. നമ്മളിവിടെ റോഡ് പണിക്കൊക്കെ കോൺട്രാക്ടർമാർ പറയില്ലേ, നമുക്ക് പൈസ സമയത്തിന് കിട്ടില്ല. അപ്പോൾ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ പ്രോജക്റ്റ് നമ്മൾ പോയി എടുത്തപ്പോൾ ഗംഗ ക്ലീനിങ് നമ്മൾ എടുത്തു. ആ കമ്പനിക്ക് 200 കോടി രൂപ 3 മാസം കഴിഞ്ഞ് കിട്ടിയിട്ട് 2 കൊല്ലമായിട്ടും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ട് ചെയ്യും, എങ്ങനെ P&L ഇത് റിഫ്ലക്ട് ചെയ്യും? അപ്പോൾ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ അങ്ങനെയല്ല ആയിക്കൊണ്ട്, നമ്മളൊരു കമ്പനിയെ നോക്കണമെങ്കിൽ ഒരു സെക്ടറൽ തീമായിട്ട് നോക്കരുത്. ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നന്നാവും എന്നല്ല വിചാരിക്കേണ്ടത്. നമ്മളതിൻ്റെ ബാലൻസ് ഷീറ്റ് ചെയ്ത് അതിൻ്റെ എക്കണോമിക്സ് ചെയ്താണ് തോന്നുന്നത്. നമ്മളിപ്പോൾ വഴിയോരങ്ങളിൽ കാണാറില്ലേ, 5 രൂപയ്ക്ക് കടി, 5 രൂപയ്ക്ക് നമുക്ക് ഈ പഴംപൊരി കിട്ടും, വട കിട്ടും. അതിൻ്റെ പുറകിലൊരു എക്കണോമിക്സ് ഉണ്ട്. ആ എക്കണോമിക്സ് കാരണമാണ് ആ ചായക്കട നടത്തുന്ന വ്യക്തി 5 രൂപയ്ക്ക് ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ എക്കണോമിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മളൊരു കൺസെപ്റ്റ് കണ്ടു, ഒരു സ്റ്റോറി കണ്ടു, ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പറ്റിപ്പോയ കാര്യം എന്താ, നമ്മൾ ഈ കൺസെപ്റ്റുകളിൽ മാത്രം നിന്നു. അയ്യോ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, ഇവിടെ ഓപ്പർച്യൂണിറ്റി. എന്തിന്? ഫുഡ് ഡെലിവറി ബിസിനസ് എന്ന് പറയുന്ന ബിസിനസ്. ഞാൻ നത്തിങ് അഗെയിൻസ്റ്റ് ദോസ് കമ്പനീസ്. ആ കമ്പനീസൊക്കെ നല്ലതായിരിക്കാം, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഫുഡ് ഡെലിവറി വേണം എന്ന് പറഞ്ഞ് ഈ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, ട്രേഡ് ചെയ്യണ മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ത്രോ ചെയ്യണ പ്രോഫിറ്റ്സ് വളരെ കുറവാണ് എന്നുള്ളത്. അപ്പോൾ ഗുഡ് ഓപ്പർച്യൂണിറ്റി മേ നോട്ട് ബി എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. മാർക്കറ്റിൽ നമ്മൾ ആരെങ്കിലും പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് സംസാരിക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഫ്രീ ക്യാഷ് ഫ്ലോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്, EV to EBITDA ഒന്നും സംസാരിക്കുന്നില്ല. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നു, ഇത്രയും ഓപ്പർച്യൂണിറ്റി അല്ലേ, അതുകൊണ്ട് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, ഈ സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് നല്ല പൈസ കിട്ടുമായിരിക്കും. എപ്പോഴാണെന്നറിയോ? നമ്മുടെ മാർക്കറ്റ് ബുൾ മാർക്കറ്റ് ആണെങ്കിൽ, അതായത് ലിക്വിഡിറ്റി ഡ്രിവൺ ബുൾ മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ട് ഈ സെക്ടറിലെ ബിസിനസ്സുകൾക്ക് ബെനിഫിറ്റ് ചെയ്യും, അതുകൊണ്ട് അത് മേടിച്ചാൽ കയറും. എന്തുകൊണ്ട്? ലിക്വിഡിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ലിക്വിഡിറ്റി പോയ ഒരു മാർക്കറ്റ്, കൺസോളിഡേറ്റഡ് മാർക്കറ്റിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് വർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. പകരം ബോട്ടം അപ്പ് അപ്രോച്ച്, അതായത് ഒരു കമ്പനി, ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, ആ കമ്പനിക്ക് ആ ഇൻഡസ്ട്രിയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അവിടുന്ന് ഒരു പ്രോഫിറ്റ് പൂളും റവന്യൂ പൂളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി മാത്രമേ കാര്യങ്ങൾ പോകുന്നുള്ളൂ. ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക, മണി ഈസ് മെയ്ഡ് വെൻ PE റീറേറ്റ്സ്. അതായത് 10 P-യിൽ നിന്ന്, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, 10 P-യിൽ നിന്ന് ഒരു സ്റ്റോക്ക് 50 P-യിലേക്ക് പോണ യാത്രയിലാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. എന്നാൽ പൈസ പോകുന്നത് എപ്പോഴാണ്? PE ഡീറേറ്റിംഗ് എന്താ? 50 P-യിൽ നിന്ന് തിരിച്ച് 10 P-യിലേക്ക് വരുന്ന യാത്രയിലാണ് നമ്മുടെ പൈസ പോണേന്നുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി 50 P-യിലെ സ്റ്റോക്കിൽ കയറി മേടിച്ചാൽ നമുക്ക് 50-ൽ നിന്ന് 100 ആവാനുള്ള ചാൻസസിനെ കാട്ടിലും നമുക്ക് 50-ൽ നിന്ന് താഴേക്ക് വരാനുള്ള ചാൻസ് ഉള്ളതാണെന്നാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെറ്റ്. അത് നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ പ്രീമിയം ഈ PE പ്രൈസ് ഏർണിങ്സിനെ നമ്മൾ പ്രേക്ഷകരാരും അതിന് ടെക്നിക്കലോ ഫണ്ടമെന്റൽ ആയിട്ട് എടുക്കണ്ട, വെറും ഒരു പ്രീമിയം ആയിട്ട് എടുക്കുക. നമ്മളൊരു കുതിരപ്പന്തയത്തിന്, ഹോഴ്സ് റേസിന് പോകുന്നിരിക്കുക, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ബെറ്റ് വെക്കുന്നു, ഓഡ് വെക്കുന്നു. അതാണല്ലോ ഈ ബെറ്റ് വെക്കുന്ന ആരാ? നമ്മൾ ആരുടെ മുകളിലാണ് ബെറ്റ് വെക്കുന്നത്? എപ്പോഴും ജയിക്കുന്ന ഒരു കുതിരയുണ്ട്, ആ കുതിരയിലായിരിക്കും നമ്മൾ ബെറ്റ് വെക്കുന്നത്. കാര്യം അയാളുടെ സക്സസ് റേറ്റ് വളരെ ഹൈ ആണെന്നുള്ള എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഓഡ്സ് അതിൻ്റെ മണ്ടയിൽ വെക്കുന്നത്. അത് ഈ റേസ് പൊട്ടി. അപ്പം നമ്മൾ തമ്മിൽ എന്താ പറയാൻ പോണത്? ഇപ്രാവശ്യം ഒരു ആബറേഷൻ, ഇപ്രാവശ്യം പറ്റിപ്പോയി എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം അവനത് മേക്കപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത റേസിനും അവനിൽ മേൽ തന്നെ നമ്മൾ പൈസ വയ്ക്കും. അടുത്ത റേസും പൊട്ടി, 3-ാമത്തെ റേസും പൊട്ടി എങ്കിൽ പിന്നെ 4-ാമത്തെ റേസ് വരുമ്പോൾ നമ്മൾ എന്ത് പറയും? അവൻ്റെ മേലിൽ വെച്ചിട്ട് കാര്യമില്ല, അവൻ്റെ പ്രീമിയം ഓഡ്സും ബെറ്റ്സും കുറഞ്ഞു വരും. അതേപോലെയാണ് ഏർണിങ്സ്. നമ്മൾ Q1-ൽ ക്ലിക്കായില്ല, ഇത്രയും നാൾ ക്ലിക്കായിരുന്ന കമ്പനി Q1-ൽ ക്ലിക്കായില്ല.
Q2 ക്ലിക്കായില്ല, Q3 ക്ലിക്കായില്ലെങ്കിൽ മാർക്കറ്റിനും അതിൻ്റെ മുകളിലുള്ള കോൺഫിഡൻസ് പോവും. അപ്പോഴാണ് PE ഉയരത്തെ ലെവലിൽ നിന്ന് താഴേക്ക് വരുന്നത്. അപ്പോൾ PE മുകളിലോട്ട് നിൽക്കുന്ന കമ്പനികളുടെ എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആണ്. അവർ അതേപോലെ ഏർണിങ്സ് ത്രോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ PE റീറേറ്റ് ചെയ്യുന്നതിന് പകരം PE ഡീറേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളതാണ് അതിനകത്ത്. അതുകൊണ്ട് ഒരിക്കലും ഒരു സ്റ്റോക്ക് പ്രൈസിനെ ഡ്രൈവ് ചെയ്യുന്നത് ഡ്രീംസ് അല്ല. സ്റ്റോക്ക് പ്രൈസിനെ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത് അതിൻ്റെ ഫണ്ടമെൻ്റൽസും ഏർണിങ്സും തന്നെ ആയിരിക്കും എന്നുള്ള നമ്പേഴ്സാണ് അതിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അത് കുറച്ച് നാൾ വേണമെങ്കിൽ സ്റ്റോറിയിൽ ഓടും, പക്ഷേ ആ സ്റ്റോറിയെ ബാക്കപ്പ് ചെയ്യണ നമ്പേഴ്സ് അതിനകത്ത് വരും എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചത് വേറെ ഒന്നുമല്ല വിഷ്ണു. നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് ഈ 2025 മാത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ FPIസും FIIസും ഫോറിനേഴ്സും സെല് ചെയ്ത് 1.5 lakh crore അടുപ്പിച്ചാണ്. പ്രൊമോട്ടേഴ്സും ഏതാണ്ട് അതേ ലെവലിൽ തന്നെ സെല് ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ സെല്ലിംഗ് 3 lakh crore സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ട് ഇന്ത്യൻ മാർക്കറ്റ് 10%, 15% ഒന്നും വീണില്ല വിഷ്ണു. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് 10%, 15% വീണില്ല? കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബൈ ചെയ്തൊക്കെ അബ്സോർബ് ചെയ്യാൻ മാത്രം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നമ്മൾ ജനങ്ങൾ ഏതാണ്ട് 7 ലക്ഷം കോടി കൊടുത്തു എന്നുള്ള. അപ്പൊ ഈ 7 ലക്ഷം കോടി വെച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്തത്? ഈ FIIസിന്റെയും FPIസിന്റെയും പ്രൊമോട്ടേഴ്സിന്റെയും സെല്ലിംഗ് അബ്സോർബ് ചെയ്തു എന്ന് മാത്രമല്ല, നമ്മൾ പൈസ ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ട്സ് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള IPOകൾ മേടിച്ച് അതിനകത്തുള്ള പ്രൊമോട്ടേഴ്സിനും ഏർലി ഇൻവെസ്റ്റേഴ്സിനും എക്സിറ്റ് കൊടുത്തു. അതാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമില്ല, ബെയിൽഡ് ഔട്ട് ഇൻഡിവിജ്വൽ കോസ്റ്റ്ലി IPOs എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് മാർക്കറ്റിലുണ്ടല്ലോ, മാർക്കറ്റിൽ ഇന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോൾ ജെഫ്രീസ് ലെൻസ്കാർട്ടിന് അപ്ഗ്രേഡ് കൊടുത്തു. അപ്ഗ്രേഡ് കൊടുത്തത് കാരണം ഇന്ന് സ്റ്റോക്ക് 4%, 5% കയറി. ആയിക്കോട്ടെ, ജെഫ്രീസ് കൊടുത്തത് അവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ നോക്കേണ്ടത് എന്താ? അതിന് ആ വാല്യൂഷൻ കമാൻഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതായത് ജെഫ്രീസിനെ പോയി കോപ്പി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ള. നമ്മൾ സാധാരണ പറയണത് എന്താ? നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ബൈയിങ് കൊണ്ട് നമുക്ക് റിയൽ ആയിട്ടുള്ള ബൈയിങ് വന്നിട്ടില്ല. ഇന്ത്യൻ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്തുകൊണ്ടാണ് ഒരു പ്രേക്ഷകന്റെ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ വ്യക്തികളുടെ പോർട്ട്ഫോളിയോ റെഡിലും നിഫ്റ്റി ഓൾ ടൈം ഹൈയിലും നിൽക്കുന്നു എന്ന് വെച്ചാൽ മാർക്കറ്റിൽ റിയൽ ആയിട്ടുള്ള ഒരു ബൈയിങ് വന്നിട്ടില്ല. അതായത് റിയൽ ആയിട്ടുള്ള ബൈയിങ് വരാനായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലെ ഏറ്റവും നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഏതാണ്ട് FIIസിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് എന്താ ചെയ്തേക്കുന്നത്? FIIസും FPIസും പ്രൊമോട്ടർ സെല് ചെയ്ത് കംപ്ലീറ്റ് മേടിച്ചു. ഇത് മാത്രമല്ല, പ്രൈമറി മാർക്കറ്റ് IPOയിൽ കൂടെ വന്ന അൺനാച്ചുറൽ വാല്യൂഷൻസ് ഉള്ള സ്റ്റോക്കും മേടിച്ചു എന്നല്ലാതെ നമ്മൾ ശരിക്കുമുള്ള ബൈയിങ് മാർക്കറ്റിൽ നടന്നിട്ടില്ല. അതൊരു ക്രിക്കറ്റിംഗ് ടേംസിൽ എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവുമായിരിക്കും. നമ്മുടെ ബോളറിന്റെ സ്ട്രെങ്ത് കൊണ്ട് ഒരു വിക്കറ്റ് എടുക്കുന്നതും ബാറ്റ്സ്മാന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു വിക്കറ്റ് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ബാറ്റ്സ്മാന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹിറ്റ് വിക്കറ്റ് ആവും, അതിന് ബോളറിന് കഴിവില്ല എന്നുള്ള. എന്നാൽ നമ്മൾ അവനെ ക്ലീൻ ബോൾഡ് ആക്കാന്ന് നമ്മുടെ കഴിവ് തന്നെയാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ ഈ പൈസ നമ്മൾ കൊണ്ടുവന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പൈസ അല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിൽ പൈസ ശരിക്കുമുള്ള വാല്യൂ സ്റ്റോക്സിലേക്ക് ബൈ ചെയ്യുന്നതിന് പകരം മറ്റുള്ളവർക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തതാണ് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ കുഴപ്പം. ആർക്കൊക്കെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തു? FIIസിന്, FPIസിന്, പ്രൊമോട്ടേഴ്സിന്. IPOന്റെ പ്രൊമോട്ടേഴ്സിനും ഏർലി ഇൻവെസ്റ്റേഴ്സിനും രക്ഷപ്പെടാനുള്ള പൈസ നമ്മൾ ഓഫർ ചെയ്ത് കൊടുത്ത് അവർക്ക് ഒരു വാതിൽ തുറന്നു കൊടുത്ത് ഇറങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ടാക്കി എന്നല്ലാതെ റിയൽ ആയിട്ടുള്ളൊരു മാർക്കറ്റ് അപ്രീസിയേഷന് വേണ്ടി ഈ പൈസ വന്നിട്ടില്ല, ഈ 7 ലക്ഷം കോടി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ നിഫ്റ്റി മാനേജ്മെന്റ്, അതായത് നിഫ്റ്റിയുടെ സ്റ്റോക്സിൽ ഒരു മാനേജ്മെന്റ് നടന്നിട്ട് ഇയർ എൻഡിൽ പോർട്ട്ഫോളിയോ അപ്ഗ്രേഡേഷൻ, അതായത് ഒരു എന്താ പറയുക ഔട്ട് പെർഫോമൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് മാനേജ്മെന്റിനാണ് ബാക്കിയുള്ള കാശ് ഉപയോഗിച്ചത്. റിയൽ ബൈയിങ് വരുമോ? നമ്മുടെ എല്ലാം പോർട്ട്ഫോളിയോ റെഡിൽ നിന്ന് മാറി ഗ്രീൻ ആവും. അതുവരെ നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടോ? അതുവരെ നിങ്ങൾക്ക് കൺവിക്ഷനോടുകൂടി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് ഒരു ഇന്ത്യൻ ഇക്വിറ്റി ഇൻവെസ്റ്ററിന്റെ നെർവ്സിനെ ടെസ്റ്റ് ചെയ്യണേ എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. അങ്ങനെയുള്ളവരാണ് നമ്മൾ മാർക്കറ്റിൽ വരേണ്ടത്. അതിനെയാണ് നമ്മൾ റിസ്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സ്റ്റൊമക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാർക്കറ്റിൽ നിൽക്കാവൂ. അല്ലാത്തവർ ഈ മാർക്കറ്റിൽ നിൽക്കരുത് എന്നുള്ളതാണ് മാർക്കറ്റ് പഠിപ്പിച്ചിരുന്നത്. ബട്ട് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് സങ്കടപ്പെടുന്ന കാര്യമൊന്നുമില്ല. ദീസ് നെഗറ്റീവ് ടൈംസ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ എവർ. ഇതിനകത്ത് FPIസും FIIസിന്റെ സെല്ലിങ്ങും കുറയുന്നുണ്ട്, പ്രൊമോട്ടറിന്റെ സെല്ലിങ്ങും കുറയുന്നുണ്ട്, സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരുന്നുണ്ട്. ആസ് വി ഗോ ഇൻ ടു 2026 ഇത് തന്നെയാണ് മറ്റുള്ള ബ്രോക്കറേജസും പറയുന്നത്. യുവർ ബെസ്റ്റ് ടൈം ഇസ് യെറ്റ് ടു കം. ഡോണ്ട് ലൂസ് യുവർ ഹാർട്ട്. ഓവർ ടു യു വിഷ്ണു.
സുരേഷ് സാർ, ഏതായാലും നമുക്കിന്ന് മാർക്കറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്സ് ഒക്കെ തന്നെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി എന്തായാലും പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സാണ്. ഇന്ന് ഏത് സ്റ്റോക്കാണ് പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുള്ളത്? വിഷ്ണു, ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് ഈ ന്യൂക്ലിയർ പവറിൻ്റെ കാര്യത്തിലേക്ക്, എനർജിയുടെ കാര്യത്തിലേക്ക് പ്രൈവറ്റ് കമ്പനീസിനും കൂടി ഇറങ്ങാം എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി വരാൻ പോണ ദിവസങ്ങളിൽ ഇനി അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സംസാരം. ഒരു ന്യൂക്ലിയർ പവറിനെ കുറിച്ച് പ്രൈം മിനിസ്റ്റർ സംസാരിച്ചിട്ടേ ഉള്ളൂ. പ്ലാൻഡ് ആയിട്ടില്ല, പ്രോജക്റ്റ് ആയിട്ടില്ല, ഓർഡർ ആയിട്ടില്ല, റവന്യൂ ആയിട്ടില്ല, സെയിൽസ് ആയിട്ടില്ല, പ്രോഫിറ്റ് ആയിട്ടില്ല. അതിന് മുമ്പ് ഇനി അതൊക്കെ വരാൻ പോകുന്നത് 3-4 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അതിൻ്റെ പേരിൽ ഓരോ സ്റ്റോക്സിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. വേണ്ടാന്നൊന്നും ഞാൻ പറയില്ല, കാര്യം എനിക്കത് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയാൻ ആരും അല്ല എന്നുള്ളതാണ്, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഞാൻ പൊതുവേ ആ ന്യൂസിനെ കാണുന്നതെന്നറിയോ, ആ ന്യൂസ് ഒരു പോയിന്ററാണ്. എന്ത് പോയിന്ററാണ്? അമേരിക്കൻ ട്രേഡ് ഡീലിനെ ഇനേബിൾ ചെയ്യാനായിട്ടുള്ള കാര്യം. നമ്മൾ പറഞ്ഞല്ലോ, 2 ക്ലിക്ക് ബെയ്റ്റ്സ് ആണ് നമ്മൾ US-ൻ്റെ മുന്നിൽ വെച്ചത്. ഒന്ന്, റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് കുറച്ചിട്ട് അമേരിക്കയിൽ നിന്ന് കൂടുതൽ എനർജി ഇമ്പോർട്ട് ചെയ്യുക. രണ്ടാമത്, അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം, അതായത് സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം അല്ലെങ്കിൽ പവറിലേക്ക് ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. ദാറ്റ് ഇസ് എ ബിഗ് പ്രോജക്റ്റ്. അതിന് വേണ്ടിയിട്ടൊരു പോയിന്റായിട്ടാണ് ഇന്നലെ പ്രൈം മിനിസ്റ്ററിൻ്റെ സംസാരം ഞാൻ കണ്ടത്. സോ ദാറ്റ് ഇസ് എ ലാർജർ സ്ട്രാറ്റജിക് ഡിസിഷൻ ആൻഡ് എ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ഡിസിഷൻ ആണ് എന്നുള്ളതാണ്. അതിൻ്റെ പുറകിൽ സ്റ്റോക്ക് ഐഡിയാസ് ഇനി വന്നുകൊണ്ടിരിക്കും. ന്യൂക്ലിയർ എനർജി ബെനിഫിഷ്യറി ഞാൻ നോക്കുമ്പോൾ KSB ഒക്കെ ഏതാണ്ട് നല്ല രീതിയിൽ അപ്പാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കിയ എൻ്റെ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. പക്ഷേ പറയുക എന്നുള്ളത് എൻ്റെ ചുമതലയുണ്ട്, ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് വരാം. നമുക്കറിയാലോ, ഇന്ത്യയിലെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരുന്നു. GDP-യുടെ 13-14% വരെയായിരുന്നു നമ്മുടെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു വിഷ്ണു. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ കൂടുതലും ഈ റോഡ് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ലോജിസ്റ്റിക്സ് നടന്നിരിക്കുന്നത്. അതായത് 60% നമ്മുടെ റോഡിൽ കൂടി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പോകുമ്പോൾ റോഡ്സ് ഒക്കെ വളരെ മോശമാണ്, ഭയങ്കര ട്രാഫിക് കൺജഷനാണ്, ഫ്യൂവലിൻ്റെ കോസ്റ്റ് ഭയങ്കര ഹൈ ആണെന്നൊക്കെ കാരണത്താൽ ലോജിസ്റ്റിക്സ് കോസ്റ്റ് ഇൻ ഇന്ത്യ വേറെ ട്രഡീഷണലി ഹൈ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ റെയിലും വാട്ടർവേസും ഒക്കെ യൂസ് ചെയ്തിരുന്നത് കുറവായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ല. അതായത് നമ്മൾ റെയിൽവേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ റെയിൽവേയിൽ സിംഗിൾ ട്രാക്കാണ്, ഡബിൾ ട്രാക്കോ ട്രിപ്പിൾ ട്രാക്കോ ഒന്നും ഇല്ലാത്തത് കാരണം തന്നെ ഒരു ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിട്ടാണ് നടന്നു പോകുന്നതല്ല. അതുമാത്രമല്ല, ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. അതായത് റോഡും റെയിലും വാട്ടർവേസും ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള വാട്ടർവേസ്, അതായത് റെയിലിൽ സാധനം വരുന്നു, നമ്മൾ വാട്ടർവേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഒരു മൾട്ടി മോഡൽ ഒരു ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതും നമുക്ക് ലോജിസ്റ്റിക് കോസ്റ്റ് ഹൈക്ക് കാരണമായി. പിന്നെ ക്വാളിറ്റി വെയർ ഹൗസസ് ഇല്ലായിരുന്നു. അതായത് ഈ വരുന്ന ഗുഡ്സിന് ട്രാൻസിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ട്രാൻസിറ്റിന് വേണ്ടിയിട്ടും ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടും ഹൈ ക്വാളിറ്റി വെയർ ഹൗസും ഇല്ലായിരുന്നു. പിന്നെ നമുക്കറിയാലോ, GSTക്ക് മുമ്പേ വേ ബില്ലെന്ന് പറയുന്നത് കാരണം തന്നെ ഈ സ്റ്റേറ്റ് ബോർഡേഴ്സിലൊക്കെ എത്രത്തോളം മണിക്കൂറുകൾക്കാണ് ഈ ലോറിയും ട്രക്കൊക്കെ സ്റ്റക്കായി കിടന്നതെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള. അതുമാത്രമല്ല, അന്നത്തെ കാലത്ത് ലോജിസ്റ്റിക്സ് ഒക്കെ ഒരു സ്റ്റേറ്റിനകത്ത് ഹാൻഡിൽ ചെയ്തിരുന്നത് അതാത് അൺഓർഗനൈസ്ഡ് പ്ലെയറാണ്, ഒരു നാഷണൽ പ്ലെയർ ഒന്നും ആയിരുന്നില്ല എന്നുള്ള കാരണത്താൽ തന്നെ നമ്മുടെ ലോജിസ്റ്റിക് കോസ്റ്റ് ഏതാണ്ട് GDP-യുടെ 13-14-15% തന്നെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച്, അതായത് പല റിപ്പോർട്ടുകളും പറയുന്നത് വെച്ചാൽ ഇന്ത്യയിലെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് ഗണ്യമായി കുറഞ്ഞ് 7%, 8%, 9% ഓഫ് GDP ആയി മാറി ഏതാണ്ട് മറ്റുള്ള ഫോറിൻ രാജ്യങ്ങളെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ആയി എന്നുള്ള രീതിയിലേക്കാണ് കാര്യം പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ടാണ് കാര്യം? നമ്മുടെ സബ്സ്റ്റാൻഷ്യലായിട്ട് നമ്മുടെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ നന്നായി, ഒരുപാട് വെയർ ഹൗസസുകൾ വന്നു, ഒരുപാട് ഓർഗനൈസ് സെഗ്മെൻറ്റിലേക്ക് വന്നു, വാട്ടർവേസ് വഴിയുള്ള ട്രാൻസ്പോർട്ട്, റെയിൽവേസ് വഴിയുള്ള ട്രാൻസ്പോർട്ട് നന്നായിട്ട് കൂടി. അങ്ങനെയുള്ള പല കാരണത്താൽ, അതുമാത്രമല്ല ക്രൂഡ് ഓയിൽ പ്രൈസസ്, ഇത് ഒരു വലിയൊരു ഇൻപുട്ടാണല്ലോ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കമ്പനീസിന്, അതും കുറഞ്ഞ് നിൽക്കുന്ന കാര്യം. അതായത് കുറഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കൂടിയിട്ടില്ല. ഇന്റർനാഷണൽ മാർക്കറ്റിൽ കുറഞ്ഞു നിൽക്കുന്നത് കാരണം നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ ക്രൂഡിന് വില കൂട്ടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിൽറ്റ് ചെയ്ത് വന്നപ്പോൾ ലോജിസ്റ്റിക്സ് കോസ്റ്റ് ഗണ്യമായിട്ട് കുറഞ്ഞു എന്നുള്ള. അപ്പോൾ നമുക്ക് സാധാരണ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കമ്പനിയുടെ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയുടെ നോക്കാം. നമ്മളിപ്പോൾ ഒരു ആമസോൺ വഴിയോ മിന്ത്ര വഴിയോ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ മേടിക്കണമെന്ന് വിചാരിക്കാം. എങ്ങനെയായിരിക്കും? ഒരു വെണ്ടറിൻ്റെ കയ്യിൽ, ഈ ഫ്ലിപ്കാർട്ടും ആമസോണും മിന്ത്ര എന്നൊക്കെ പറയുന്നത് എന്താ, അവരല്ല പ്രോഡക്റ്റ് വയ്ക്കുന്നത്, അവർ കണക്ട് ചെയ്യുന്നത് സെല്ലേഴ്സിനെയും ബയേഴ്സിനെയാണ്. ഒരു വെണ്ടർ ഒരു സൈഡിലുണ്ടാവും, നമ്മളെ പോലത്തെ കൺസ്യൂമർ ഉണ്ടാവും. അവർ രണ്ടുപേരും ചേർന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പ്രോഡക്റ്റും പൈസയും കൈമാറുന്ന ഒരു ചന്ത, ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ഈ വക ഇ കോമേഴ്സ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ മേടിക്കാൻ എന്ത് ചെയ്യും?
ഈ വെണ്ടർ അസൈൻ ചെയ്തിരിക്കുന്ന, വെണ്ടർ പാർട്ട്ണർ ചെയ്തിരിക്കുന്ന ലോജിസ്റ്റിക്സ് കമ്പനി വെണ്ടറിൻ്റെ അവിടെ പോയി വെണ്ടറിൻ്റെ അവിടെ നിന്ന് സ്ഥാനം എടുത്തിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മളെപ്പോലത്തെ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നു. നമ്മളൊരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നു, ഒരു ആപ്പ് ഉണ്ടെന്ന് ഇരിക്കുക, ആ ആപ്പിൽ കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആമസോണിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെണ്ടറിൻ്റെ കയ്യിൽ അത് പിക്കപ്പ് ചെയ്തിട്ട് സോർട്ടിങ് ചെയ്ത് സെൻറ്ററിലേക്ക് പോയി അവിടുന്ന് ഷിപ്മെൻറ്റ് ട്രാൻസിറ്റിലാണ്, തിരിച്ച് നമ്മുടെ ലൊക്കേഷനിലെത്തി, ലൊക്കേഷനിൽ നിന്ന് നാളെ ഔട്ട് ഫോർ ഡെലിവറി എന്ന് കാണിക്കും, ടുഡേ ഡെലിവറി കിട്ടും എന്ന് പറഞ്ഞ് കാണിക്കും. ഇങ്ങനത്തെയൊക്കെ മെസ്സേജും ബാക്കിയുള്ള ആപ്പിൽ കൂടെ നമ്മളിത് കാണുന്നു എന്നുള്ളതാണ് നമ്മളുടെ ലാസ്റ്റ്. ഫൈനലി നമ്മുടെ അവിടെ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു, ചിലപ്പോൾ OTP ഉണ്ടാവുന്നു, ചിലപ്പോൾ OTP ഇല്ലാതെ നമ്മൾ കൊടുക്കുന്നു, മേടിച്ച് വയ്ക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. ഇത് ചെയ്യുന്ന ഒരുപാട് ലോജിസ്റ്റിക്സ് പ്ലെയേഴ്സും ഉണ്ട്. അത് മാത്രമല്ല ആ ഇൻഡസ്ട്രി ക്രൗഡഡും ഉണ്ട്. കാര്യം ആർക്ക് വേണമെങ്കിലും ഇത് തുടങ്ങാം എന്നുള്ള. ബട്ട് ഈ ലോജിസ്റ്റിക്സിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ ലോജിസ്റ്റിക്സ് നമ്മളിത് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിലും ഈ സർവീസ് തുടങ്ങാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 5 രൂപ കടയ്ക്കും ഒരു എക്കണോമിക്സ് ഉണ്ടെന്നാണ്. ലോജിസ്റ്റിക്സ് കമ്പനിയുടെ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരാനുള്ള ചാൻസ് എവിടെയെന്നറിയോ? ഈ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ച് കൺസ്യൂമറിന് പകരം നമ്മളൊരു വെണ്ടറാണെന്ന് വിചാരിക്കും. ഈ വെണ്ടർ എന്നുള്ള പ്രൊഡക്ഷനിൽ നമുക്ക് ഏതാണ്ട് ഓൺലൈനായിട്ടുള്ള ഒരു പ്രസൻസ് ഉണ്ട്. നമ്മുടെ 50% പ്രോഡക്ട്സും ഇപ്പോഴത്തെ മിക്കവരും COD ആണ്, ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ഈ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നമ്മുടെ 50% പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ബിസിനസ് ഒരു ഫാഷൻ ബിസിനസ്, ഒരു ടീഷർട്ടിൻ്റെ ബിസിനസ് ആണെന്ന് വിചാരിക്കുക നമ്മൾ നടത്തുന്നത്. നമ്മൾ 50% ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അതിൻ്റെ കൂടെ RTO 25% ആണ്. RTO എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ, എന്താ റിട്ടേൺ ടു ഒറിജിൻ. റിട്ടേൺ ടു ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഞാൻ 25% എൻ്റെ RTO എന്ന് പറഞ്ഞാൽ, ഞാൻ 100 ഗുഡ്സ് അല്ലെങ്കിൽ 100 പ്രോഡക്റ്റ് ഞാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ 25 എനിക്ക് തിരിച്ചു വരാറുണ്ട്. ഈ തിരിച്ചു വരാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന പോലെ എന്താണ്, നമ്മളുടെ ഇന്ന് മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കൺസ്യൂമറിൻ്റെ അഡ്രസ്സ് തെറ്റായിരിക്കാം, അഡ്രസ്സ് ചേഞ്ച് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സ് ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്യാതെ അത് തിരിച്ചു കൊടുത്തു വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് കസ്റ്റമറിൻ്റെ എൻഡിൽ. രണ്ടാമത്, ഈ ക്യാരി ചെയ്യുന്ന ലോജിസ്റ്റിക്സ് കമ്പനിയുടെ കുഴപ്പം കൊണ്ടും നമുക്ക് റിട്ടേൺ വരാം. എങ്ങനെ? നമ്മുടെ ഈ ഹാൻഡിൽ ചെയ്യണ സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഡാമേജോ വേറെ ടയറോ ആയിട്ടാണ് നമ്മളിത് കസ്റ്റമറിന് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമർ തിരിച്ചു തരുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അൺറിലയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ എസ്പെഷ്യലി ഈ ക്യാഷ് ഓൺ ഡെലിവറിയിലൊക്കെ വരുന്നത്. അപ്പം നമുക്കെന്താ, ഒരു സാധാരണ ലോജിസ്റ്റിക്സ് കമ്പനി ഇത് ഹാൻഡിൽ ചെയ്താൽ വലിയ പ്രശ്നമാണ്. അപ്പം ഞാൻ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന ഒരു വെണ്ടർ, നമ്മൾ ടീഷർട്ട് ബിസിനസ് നടക്കുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഉള്ള ഒരു ലോജിസ്റ്റിക്സ് പ്ലെയർ ആയിരിക്കണം നമ്മുടെ ഹാൻഡിൽ ചെയ്യണത്? അവർക്ക് ഒരുമാതിരി നല്ല പിൻകോഡുകളിൽ സ്ഥിരമായിട്ട് മേടിക്കുന്നവരുടെ ഒരു ഡേറ്റാബേസും അഡ്രസ്സും കറക്റ്റ് ചെയ്ത് വെക്കണം. രണ്ടാമത്, അത് മാത്രമല്ല, നമ്മുടെ ടീഷർട്ടിൻ്റെ ഇൻവെൻട്രി അവരുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഓർഡർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം, കൊണ്ടുപോകണം. അതായത് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റവും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റവും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടി ലോജിസ്റ്റിക് കമ്പനി ആയിരിക്കണം എന്നാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ വിളിച്ചിട്ടല്ല ലോജിസ്റ്റിക് കമ്പനി വരേണ്ടത്. അവർ ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ ഇൻവെൻട്രി അനുസരിച്ച് നമ്മുടെ കറക്റ്റ് ടൈമിൽ നമ്മുടെ അടുത്ത് വന്ന് ഇത് പിക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ചുമതലയും കൂടെ ലോജിസ്റ്റിക് കമ്പനീസ് ഉണ്ട്. അത് മാത്രമല്ല, അവർ ചെയ്യേണ്ട വേറൊരു കാര്യം, അവർ ആ ഓർഡർ നോക്കുമ്പോൾ മേടിക്കുന്ന ഒരു കസ്റ്റമർ ഉണ്ടല്ലോ, അയാളുടെ സ്ഥിരം പണി ഈ COD ആണെന്ന് വയ്ക്കുക. എന്നിട്ട് മിക്കതും കണ്ട് നോക്കിയിട്ട് ഇട്ടിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരാളാണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ലോജിസ്റ്റിക് കമ്പനി ആദ്യമേ മനസ്സിലാക്കുന്നു, ഇതൊരു ഹാബിച്വൽ ഒഫൻഡറാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഇയാൾക്ക് COD പ്രൊവിഷൻ നമുക്ക് കൊടുക്കണ്ട. CODക്ക് പകരം നമ്മൾ ഫുൾ പേയ്മെൻറ്റ് എടുത്തിട്ട് കൊടുത്താൽ മതി. ഇനി അഥവാ COD ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അയാൾക്ക് കൊടുത്തിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക അയാൾ തിരിച്ചു തരാൻ ചാൻസ് ഉണ്ട്. തിരിച്ചു തരുമ്പോൾ അത് കറക്റ്റ് കണ്ടീഷനിലാണോ, അതിൻ്റെ ലേബൽ കറക്റ്റ് ആണോ എന്നുള്ള, പ്രൈസ് ടാഗ് കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക എന്നൊക്കെയുള്ള. ഇവിടെയൊക്കെയുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ലോജിസ്റ്റിക് കമ്പനികൾക്ക് തെറ്റുന്നത്. അത് കാരണം തന്നെ നമ്മളെപ്പോലെ ഈ ബിസിനസ് നടത്തുന്നവരും പൊട്ടിക്കഴിഞ്ഞാൽ ഈ വേണ്ട രീതിയിൽ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യില്ല എന്നുള്ള. ബട്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു ടെക്നോളജി ഡ്രിവൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓട്ടോമേഷനും റോബോട്ടിക്സും ഉപയോഗിച്ച് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈ ന്യൂ ഏജിൽ നടത്തുന്ന വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങി മുന്നോട്ട് പോയ ഒരു ബിസിനസ്സാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. ആ ഒരു ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഡെൽഹി വറി എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കമ്പനി. ടെക് ഇനേബിൾഡ് ആണ്, ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്,
ഓട്ടോമേറ്റഡ് സോർട്ടിംഗ് സെന്റേഴ്സ് ആണ്, AI-യും റോബോട്ടിക്സും ഉപയോഗിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് മാത്രമല്ല ടെക് ഇനേബിൾഡ് ആപ്സ് ഉണ്ട്. ഏതാണ്ട് 18,700 പിൻ കോഡുകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഡെലിവറി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ B2B B2C ബിസിനസ് മാത്രമല്ല C2C ബിസിനസ്സുകളും നടത്തുന്നുണ്ട് എന്നുള്ള മാത്രം. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് കോമേഴ്സ് കമ്പനികളായിട്ടും അവർക്ക് ടൈപ്പ് ഉണ്ട് എന്നുള്ളത് അവരുടെ ഒന്നാമത്തെ വെർട്ടിക്കൽ. രണ്ടാമത്തെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റ് സർവീസസ്, അതായത് ബൾക്കായിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ട്രക്കുകളിലൊക്കെ പോകണം, അവർ ഡെലിവറി എന്നൊക്കെ ബസ് ഒരു ട്രക്കൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല ലേബൽ ചെയ്തിട്ടുള്ള നല്ല രസകരമായിട്ട് അവർ കൊണ്ടുപോകുന്നതൊക്കെ കാണാം. അതുകൊണ്ട് ഫ്രൈറ്റ് സർവീസസും അവർക്കുണ്ട്. പിന്നെ മൂന്നാമത് സപ്ലൈ ചെയിൻ സർവീസസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് കമ്പനി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറയില്ലേ ഓട്ടോമേറ്റഡ് ആയിട്ട് പിക്കപ്പ് ചെയ്യുക, ആ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ സപ്ലൈ ചെയിൻ ബിസിനസ് പൂർണ്ണമായിട്ട് വരുന്നത്. ഇത് കൂടാതെ ഇവർക്ക് വരുന്ന നാലാമത്തെ വെർട്ടിക്കലാണ് ക്രോസ് ബോർഡർ ലോജിസ്റ്റിക്സ്, അതായത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് സൊല്യൂഷൻസും ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ് ഒക്കെ വരുന്നത്. അങ്ങനത്തെ ഒരു സാധാരണ ഈ പറയുന്ന ഈ സ്പെക്ട്രം ഓഫ് സർവീസസ് ചെയ്യുന്ന കമ്പനിയാണ് ഈ പറയുന്ന പോലെ ഡെലിവറി എന്ന് പറയുന്നത്. ഈ ഡെലിവറി എന്താണ് ഇതിനകത്ത് ഈ എഫക്റ്റീവ്നെസ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ടെക്നോളജി. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഞാൻ ഈ പറഞ്ഞ ബിസിനസ്സുകളൊക്കെ ഏത് ലോജിസ്റ്റിക് കമ്പനീസിനും ചെയ്യാന്നുള്ളതും അവിടെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിനകത്ത് എറേഴ്സ് കുറയ്ക്കാൻ എന്ത് വേണം? ആ എറേഴ്സ് കുറയ്ക്കാൻ നിങ്ങൾക്ക് ടെക്നോളജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, റോബോട്ടിക്സ് യൂസ് ചെയ്യണം, അനലിറ്റിക്സ് യൂസ് ചെയ്യണം, ആപ്സ് യൂസ് ചെയ്യണം. അത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും യൂസ് ചെയ്യണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും പണിയും ഇന്നോവേഷനും ഈ ഡെലിവറി കൊണ്ടുവന്നേക്കണേ. അത് വരുന്നതോടുകൂടി ആ ബിസിനസ്സിനെ കാലിബ്രേറ്റ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് നടത്താൻ പറ്റും ഇൻ ആൻ അതർവൈസ്ഡ് അൺഓർഗനൈസ്ഡ് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. അതാണ് ഡെലിവറിയെ പ്രത്യേകതയാക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ റവന്യൂസ് നോക്കുകയാണെങ്കിൽ 8,932 crores ആണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 376 crores ആണ്, നെറ്റ് പ്രോഫിറ്റ് 162 crores ആണ്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 426 rupees, ട്രേഡിംഗ് അറ്റ് എ മാർക്കറ്റ് ക്യാപ്പ് ഓഫ് 31,852 crores. ഞാൻ ഈ പറഞ്ഞത് ഇന്നത്തെ സാഹചര്യത്തിൽ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കമ്പനിക്ക് എങ്ങനെയാണ് ഒരു കസ്റ്റമറിനെയും അല്ലെങ്കിൽ ഒരു വെൻഡർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെയും ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് അതിനെ ഷേപ്പ് അപ്പ് ചെയ്ത് മാർജിൻ ഇൻക്രീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു തിയറി പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ബിസിനസ് അവതരിപ്പിച്ചത്. ഇതൊരു സോളിസിറ്റേഷനോ റെക്കമെൻഡേഷനോ ഇതൊരു അഡ്വൈസോ ആയിട്ടോ പ്രേക്ഷകർ കണക്കാക്കരുത്. പ്രേക്ഷകർ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ നിരീക്ഷണ ശിക്ഷണത്തിലും മാത്രം ചെയ്യുക. ഈ ഡെലിവറി സ്റ്റോക്സ് ഞാനോ വിഷ്ണുവോ ഡയറക്ട്ലി ഹോൾഡ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ബ്ലഡ് റിലേറ്റീവ്സിനും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുള്ള പേഴ്സണൽ ഡിസ്ക്ലോഷറും കൂടെ തരുന്നു. ഓവർ ടു യു വിഷ്ണു. ഏതായാലും സാറ് പറഞ്ഞ പോലെ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ നമ്മുടെ റിസർച്ച് ടീം ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം. Opening hour.